എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ കം കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ മകളുടെ 17ാമത്തെ ബർത്ത്ഡേ ആണ്. ഈ കോവിഡ് കാലമായതുകൊണ്ട് വളരെ ചുരുങ്ങി നമ്മൾ എന്താ പറയുക, എല്ലാം ഓൺലൈനിൽ കൂടെയുള്ള പരിപാടിയാണ്. പിന്നെ ആകെയുള്ളത് എൻ്റെ സഹോദരി മക്കളും പിന്നെ എൻ്റെ അയലത്ത് അതുകൊണ്ട് കുട്ടികളുണ്ട്. അവരെയൊക്കെ വിളിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ടൊരു കേക്ക് മുറി, ആർഭാടങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ റൂമിനകത്ത് കുറച്ച് അലങ്കാരങ്ങളും എന്താ പറയുക, കുട്ടികളല്ലേ, അപ്പോൾ ഈ ഒരു അവസരം അവർക്ക് പിന്നീട് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മളിന്നൊരു നോൺ വെജ് കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമുക്ക് 2 കിലോ ചിക്കൻ ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാചകത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളിന്ന് പാചകം ചെയ്യാൻ പോകുന്നത് ഒരു വലിയ സ്റ്റൗവിലാണ്. ചെറിയ സ്റ്റൗവെല്ലാം എൻഗേജ്ഡാണ്, അതിനകത്തെല്ലാം പാചകം നടക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വലിയ ഉരുളി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറച്ച് ഉപ്പിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ഉള്ളിയും കൂടെ ഇതിനകത്ത് ഇടാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. തേങ്ങ വറുത്തരച്ച ഒരു നാടൻ ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ഈ ബർത്ത്ഡേ വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സവാളയും ചെറിയ ഉള്ളിയും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒരു ചെറിയ തീയിൽ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കുക. ഈ നാളികേരവും അതുപോലെ സവാളയും വെന്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാവുന്നതാണ്. കുറച്ച് ഗ്രേവി കൂടുതലുള്ള കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നതുവരെ ഇളക്കുക. മല്ലിപ്പൊടി കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. കൂടാതെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല വറുത്ത് പൊടിച്ച മസാലയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ മസാല കൂടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കനും കുറച്ച് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറുത്തരച്ച നാളികേരവും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ചിക്കനിലും അതുപോലെ തന്നെ നമ്മൾ ഈ ചേർക്കുന്ന അരപ്പിലുമൊക്കെ ധാരാളം വെള്ളമുള്ളത് കൊണ്ട് കൂടുതലായിട്ട് നമ്മൾ വെള്ളം അഡീഷണൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുണ്ട്. നമ്മളൊരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കൂടി നമ്മൾ അരച്ച് ഇതിലേക്ക് ചേർത്തു. കറിക്ക് ആവശ്യമായ അരപ്പുകളെല്ലാം ചേർത്ത സ്ഥിതിക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ കറിയിലേക്ക് തൂവിയതിന് ശേഷം കുറച്ച് നാടൻ കറിവേപ്പില ഇതിൻ്റെ പുറത്ത് തൂവി കുറച്ച് നേരം കറി അടച്ചു വയ്ക്കുക. അങ്ങനെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഊണിനൊപ്പം കഴിക്കാം. നിങ്ങളെല്ലാവരും സ്ഥിരമായി വീടുകളിൽ ഇത് ചെയ്യുന്നതാണെന്നറിയാം. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പം നമുക്കിനി പോകാനുള്ളത് നമ്മുടെ ബർത്ത്ഡേ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം.
താങ്ക് യു.